പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മരുന്ന് വിതരണ കേന്ദ്രത്തിന് സമീപമുള്ള മേൽക്കൂര തകർന്ന നിലയിലാണിപ്പോൾ. മഴയത്ത് ചോർന്നൊലിക്കുകയാണ് ഈ ആശുപത്രിയുടെ പല ഭാഗങ്ങളും. തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിലെ നവീകരണവും രോഗികൾക്കേറെ തലവേദന ഉണ്ടാക്കുന്നു. ശോചനീയാവസ്ഥയിലാണ് ജില്ലാ വനിതാ ശിശു ആശുപത്രി. മഴയിൽ ആശുപത്രിയിലെ കാത്തിരിപ്പ് കേന്ദ്രവും മരുന്ന് കൊടുക്കുന്ന സ്ഥലവും പവർ ലോണ്ടറി ഭാഗവുമെല്ലാം ചോർന്ന് ഒലിക്കുകയാണ്. ദ്രവിച്ച ഷീറ്റുകളിലെ ദോരങ്ങളിലൂടെ വീഴുന്ന വെള്ളം രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മുകളിലേക്കാണ് വീഴുന്നത്. മരുന്ന് വിതരണ കേന്ദ്രത്തിന് സമീപത്തുൾപ്പെടെ മേൽക്കൂരയും കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളുമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ജില്ലാ ആശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൊതുവെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദുരിതഫലം അനുഭവിക്കുന്നത് കുട്ടികളുടെ ആശുപത്രി ഉൾപ്പെടെ രോഗികളാണ് അതിൻ്റെ ദുരിതഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് വരുന്ന വീഴ്ചയുടെ ഫലമായാണ് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ ചോർച്ച വരുന്നത്. അത് കാലാകാലങ്ങളിൽ മെയിൻ്റെനൻസ് ചെയ്യുന്നതിന്, അത് ഉത്തരവാദിത്തത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നതിലൊക്കെയുള്ള വീഴ്ചയാണ് അതിലൂടെ പ്രതിഫലിക്കുന്നത്. ആശുപത്രിയിലേക്കുള്ള റോഡ് ചെളിക്കുളമാണ്. ജില്ലാ ആശുപത്രിയിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ അവിടെ നിന്നുള്ള ചെളിയും അഴുക്കുവെള്ളവും ഉൾപ്പെടെ മഴ പെയ്താൽ ഒഴുകിയെത്തുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് മുന്നിലെ റോഡിലേക്കാണ്. ജില്ലാ ആശുപത്രിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. റോഡിന്റെയും ആശുപത്രിയുടെയും നിർമ്മാണ ചുമതല ജില്ലാ പഞ്ചായത്തിനാണ്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.